മലയാളത്തിലെ ഡാൻസിംഗ് ക്രോസ് അഭിനയിച്ച പടം നാട്യം നാട്യം. IMDBയിൽ 10ൽ 1.2 റേറ്റിംഗ് ഉള്ള പടം. IMDBയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ പടം. സന്തോഷ് പണ്ഡിറ്റിന്റെ മിനിമോളുടെ അച്ഛനുണ്ടടാ 5.1 റേറ്റിംഗ്. ഗതികേട് നോക്കണേ. പടം തുടങ്ങുന്നത് ഒരു താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ്. അവിടെ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കൈക്കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് പടത്തിന്റെ റേഞ്ച് മനസ്സിലാവും. ദാ കണ്ടോളൂ. ഇവന്റെ ഈ കോപ്രായം കണ്ടിട്ട് ഡാൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ അമ്മ അവന് മൈക്കിൾ എന്ന് പേരിടും. അച്ഛന്റെ പേര് ജാക്സൺ എന്നായതുകൊണ്ട് അവൻ കേരളത്തിലെ മൈക്കിൾ ജാക്സനായി. എന്താ കുട്ടിയുടെ പേര്? മൈക്കിൾ ദാസ്. മൈക്കിൾ ദാസന? മൈക്കിൾ ദാസന്റെ അമ്മയ്ക്ക് ദാസനെ വലിയൊരു ഡാൻസർ ആക്കണമെന്നാണ് ആഗ്രഹം. മൈക്കിൾ ജാക്സന്റെ ചടുല താളം അവനിൽ കണ്ടതോടെ അവൻ ഒരു കൊച്ചു മൈക്കിൾ ജാക്സനായി. ഇതാണോ മൈക്കിൾ ജാക്സന്റെ ചടുല താളം? പക്ഷേ ആ അമ്മയ്ക്ക് മൈക്കിൾ ദാസൻ വലിയൊരാളായി തീരുന്നത് കാണാനുള്ള ഭാഗ്യമില്ലായിരുന്നു. മരിച്ചു കിടക്കുന്ന അമ്മയെ കണ്ട് മൈക്കിൾ ദാസൻ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും കരയും. ശവത്തിൽ കുത്താതെ പോടാ കൊച്ചുമൈ. അങ്ങനെ ഈ ദാസനെ കാണുമ്പോൾ ഒരു കാര്യമില്ലത് നാട്ടുകാരൊക്കെ പുച്ഛിക്കും. എന്താ മൈക്കിൾ ജാക്സൺ ഒരു ആലോചന? പുതിയ ഡാൻസിനെ കുറിച്ചായിരിക്കും ഇല്ലയോ? മൈക്കിൾ ജാക്സൺ അല്ലയോ? ആടാനും പാടാനും അറിയാത്ത നിനക്കാരാടാ മൈക്കിൾ ജാക്സൺ എന്ന് പേരിട്ടത്? എന്തിനായിരിക്കും ഇങ്ങനെ പുച്ഛിക്കണത്? ഈ അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഭാവിയിൽ വലിയൊരു ഡാൻസർ ആയിട്ട് പ്രേക്ഷകരെ രോമാഞ്ചം അടുപ്പിച്ച് മോട്ടിവേഷൻ കൊടുക്കാനായിരിക്കും. ഒന്ന് കൊണ്ട് പോടാ വധൂരി. ഏത് നാട്ടിലാടാ ഇതിനൊക്കെ ഡാൻസ് എന്ന് വിളിക്കുന്നേ? അങ്ങനെ ദാസൻ ഡാൻസ് കളിച്ച് വലിയ ദാസനാവും. ഫസ്റ്റ് പാട്ടിന് പറ്റിയ ഡാൻസ്. ഇതൊരുമാതിരി സൂര്യനായി തഴുകിടും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടത്തിന് ഡാൻസ് കളിക്കുന്ന പോലെയുണ്ട്. എന്തോന്നടേ ഇത്? ബൈ ദ ബൈ, ഇത് ദാസന്റെ മാമന്മാരല്ല, ഇതൊക്കെ ദാസന്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ലോക പ്രശസ്തനായ മൈക്കിൾ ജാക്സന്റെ അത്രയില്ലെങ്കിലും നീ ഇന്ന് കേരളത്തിന്റെ പ്രശസ്തനായ മൈക്കിൾ ജാക്സൺ അല്ലേ? അയ്യോ എനിക്ക് വയ്യ. നമുക്കും വയ്യ. ഈ കോളേജിലെ പല പെമ്പിള്ളേരും നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും കൊതിച്ച് നടക്കല്ല എന്റെ മച്ചു. എന്റെ പൊന്നെ മാമ, അത്രയും മുട്ടിക്കിടക്കണമെങ്കിൽ മാമൻ ഒരു ഉമ്മ അങ്ങ് കൊടു. അങ്ങനെ ലോക പ്രശസ്തനായ മൈക്കിൾ ദാസൻ കോളേജിൽ ഒരു പരിപാടി കമ്മിറ്റ് ചെയ്തിട്ട് വരാതിരിക്കും. സംഭവം ദാസനെ ആരൊക്കെയോ ചേർന്ന് കിഡ്നാപ്പ് ആക്കി. അത് വലിയ ന്യൂസൊക്കെ ആവും, പത്രത്തിൽ വരെ വരും. ഇതെന്തോന്ന് DTP പ്രിന്റ് ഔട്ട് ന്യൂസ് പേപ്പറിൽ ഒട്ടിച്ചു വെച്ചേക്കണ? പ്രശസ്ത നർത്തകനും കോളേജ് വിദ്യാർത്ഥിയുമായ മൈക്കിളിനെ കാണാനില്ല. മൈക്കിൾ ദാസന്റെ തിരോധാനം പോലീസിന്റെ അനാസ്ഥ. ഏത് കപ്പലണ്ടി കച്ചവടക്കാരനാണ് ഇതിന്റെയൊക്കെ പ്രൊഡ്യൂസർ? ഇത്രയും ദരിദ്രവാസി. അങ്ങനെ തിരോധാനം അന്വേഷിക്കാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ ഒരുത്തൻ വന്ന് പറയും, അത് നോക്കാൻ എല്ലാരും ചെല്ലും. അയ്യോ, നമ്മുടെ മൈക്കിൾ ജാക്സൺ മരിച്ചുപോയി. അയ്യോ അയ്യോ ഫണ്ണി. എടുത്തോണ്ട് പോടേ. ഇവരെല്ലാം മൈക്കിളിന്റെ അടുത്ത ഫ്രണ്ട്സാ. മ്യൂസിക് ഡയറക്ടർ ഊമ്പിച്ച്. ഏത് പാമ്പാട്ടീനെയുടെ പിടിച്ച് മ്യൂസിക് ഡയറക്ടർ ആക്കിയ മൈക്കിൾ ദാസൻ ഇവർക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഈ സീൻ പറയും. ഇതാർക്കട? നമ്മുടെ മൈക്കിളിന്. ശരിയാ, അവനില്ലാതെ നമ്മളിങ്ങനെ കൂടിയിട്ടില്ലല്ലോ. ആഞ്ജനേയ സ്വാമി. എന്നിട്ട് ആ ഒഴിച്ച ഗ്ലാസ് എടുത്ത് 5 അടി അപ്പുറം കൊണ്ട് വെക്കും. അതെന്തിനാടാ? മൈക്കിളുള്ളപ്പോ അവ 5 അടി മാറി നിന്നാണ് മോന്തിക്കൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഒഴിച്ചു വെച്ച ഗ്ലാസ് അവിടെ കാണാനില്ല. നമ്മൾ വിചാരിക്കും മൈക്കിൾ എടുത്ത് കുടിച്ചതായിരിക്കും എന്ന്. പക്ഷേ അല്ല, എവിടെയോ പരിപാടി കഴിഞ്ഞിട്ട് അലമ്പുണ്ടാക്കി ഓടി വരുന്ന ഇവരാണ് അതെടുത്ത് കുടിച്ചത്. ആകെ ഒരു ഗ്ലാസ്സേ അവർ രണ്ടുപേരും കൂടെ കുടിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ ഫിറ്റ് അഭിനയം നോക്കണേ. ഞങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്ന മദ്യം കുടിക്കാൻ വരുന്നവരാ അല്ലേ? ഇനിയോ ഒഴിച്ചോ? ഞങ്ങള് കുടിച്ചോ? എന്നിട്ട് മൈക്കിളിന്റെ തിരോധാനം അന്വേഷിക്കാൻ അവർ പോലീസിനെ കളഞ്ഞിട്ട് ഒരു മുൻപരിചയമില്ലാത്ത ഇവരെ ഏൽപ്പിക്കും. ഇന്നലെ നീ കണ്ട സ്വപ്നത്തിൽ ആരോ നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അതിനി ഇവരായിരിക്കും. ശരിയാ, നമുക്കവരെ തിരിച്ചു വിളിക്കാം. അവരെ ഒന്ന് വിളിക്കേ സർ, പ്ലീസ് ഒന്നിങ്ങോട്ട് വരുമോ? എന്നിട്ട് അവർക്ക് സ്റ്റേയും സെറ്റ് ചെയ്ത് കൊടുക്കും. അയ്യന്റെ മോനെ. ഓക്കെ ഷേവ് ചെയ്യുമ്പം നല്ല വെടിപ്പാട്ടി ഷേവ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരൻ എന്തു പറ്റി? ജീവനോടെ ഉണ്ടോ അതോ? അതറിയാനാണല്ലോ അവർ നിങ്ങളെ കൂടെ കൂട്ടിയത്. പേടിക്കണ്ട, ആ പയ്യൻ ജീവനോടെ ഉണ്ട്. അത് ഇങ്ങർക്ക് എങ്ങനെ അറിയാം? എന്തോന്നടേ ഇത്? ആരാടേ നീയൊക്കെ? അവൻ ആരോട് ശത്രുതയില്ല.
പക്ഷെ അവനെ ശത്രുവായി കാണുന്നവർ ഇവരൊക്കെയാ. മൈക്കിളിന്റെ വളർച്ചയിൽ പണ്ടേ അസൂയക്കാരനായ അലക്സ് എന്ന സീനിയർ വിദ്യാർത്ഥി. സീനിയർ വിദ്യാർത്ഥിയാ ഇവനാ? സീനിയർ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഇത് ആശിഷ് വിദ്യാർത്ഥിയെ പോലെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഫർഹാനയിൽ തുടങ്ങാം. അതായത് നായികയിൽ നിന്ന് തുടങ്ങാം. നായകനായ മൈക്കിൾ ജാക്സനെ പരിചയപ്പെടുത്തി. മോനെ, നീ കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതല്ലേ പാട്ട്, മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങും. ഡാൻസ് കണ്ടിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഫർഹാനയുടെ മോണോ ആക്ട് ഞാൻ കണ്ടിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി. താങ്ക്സ്. എന്തൊരു നാച്ചുറൽ ഫ്ലേട്ടിംഗ്. എടി ഉമ്മച്ചി, നീ എന്റെ മൈക്കിളിനെ കറക്കിയെടുക്കാൻ നോക്കുകയാണ്. അയ്യോ, എന്താ സോണിയ ഇത്? ഫർഹാന, ഇവക്ക് വട്ട. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഫ്രണ്ട്സാ. അതിനതൊക്കെ നിന്നോടാര് ചോദിച്ച്? ഏതവനാടെ ഡയലോഗൊക്കെ എഴുതി പിടിപ്പിച്ച. ഇനിയാണ് ആ എപ്പിക് സീൻ. മതിയാക്കടാ മൈക്കിൾ ജാക്സൺ. വീട് സാബു. എടാ മൈക്കിളെ, ഞാൻ നിന്റെ സീനിയറാ. നീ എനിക്ക് എന്നും ഒരു ശല്യം തന്നെയാണ്. ഈ കോളേജ് കെട്ടി ഉയർത്തുന്നതിന് എന്റെ ഡാഡിയുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിന്റെ ഡാഡി കെട്ടിട പണിക്കാരനല്ലേ? എത്രയോ പെൺകുട്ടികൾ നിന്നെ പ്രേമിക്കാൻ കൊതിച്ച് നമ്മുടെ കോളേജിൽ നടക്കുന്നറിയോ? നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, ഒരു ഉമ്മയ്ക്ക് വേണ്ടി. ആണോ? മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നോ? ഈ മൈക്കിൾ മോൻ വിചാരിച്ചതുകൊണ്ട് ഭംഗിയായി നടന്നു. നന്ദിയുണ്ട് മോനെ. എന്താ ബഷീർക്ക ഇത്? റിയാലിറ്റി ഷോയിൽ നിന്ന് നല്ലൊരു തുക എനിക്ക് സമ്മാനം കിട്ടി. അതിൽ ഞാൻ കുറച്ച് ഇക്കാക്കി തന്നു, അത്രേ ഉള്ളൂ. ഓ, ഇന്നത്തെ നന്മ ഡൺ. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ദാസന്റെ ശത്രു ആയത് വേറൊന്നും കൊണ്ടല്ല, ക്ലാസിക്കലും വെസ്റ്റേണും കൂടെ മിക്സ് ചെയ്ത് ഒരു ഡാൻസ് പണണമെന്നും പറഞ്ഞ് ഇങ്ങേരുടെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് അങ്ങേരില്ലാത്ത സമയത്ത് ദാസൻ തോന്നിവാസം കാണിക്കും. അമ്പട ആന്റി ലവറെ. ആസ് യൂഷ്വൽ പാട്ടിന് പറ്റിയ ഡാൻസ്. പാവം, അവൻ അറിയുന്നില്ലല്ലോ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് ഒരു ഊമ്പിയ പടത്തിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അവർ തമ്മിൽ വൻ ക്ലാഷ് നടക്കും. ഞാൻ എസ് ഐ ഹരികുമാറിന്റെ വീട്ടിലും കുമാർ ഫർഹാനയുടെ വീട്ടിലും പോയി അന്വേഷണം ആരംഭിക്കും. പക്ഷെ അവർക്ക് ഒരു സംശയവും വരാത്ത രീതിയിലായിരിക്കണം അന്വേഷണം. എടാ, ഇതൊക്കെ നീയൊക്കെ എന്തിനാടാ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഇങ്ങേര് ചെന്ന് ഇങ്ങേരുടെ വീട്ടിലോട്ട് കയറും, മറ്റങ്ങേര് ചെന്ന് ഫർഹാനയുടെ വീട്ടിലോട്ട് കയറും. ഞാൻ സുബൈറാണ്. സുബൈറോ? ഏത് സുബൈർ? ഉമ്മമാടെ സുബൈർ. ആലോചിച്ച് ഉമ്മമാക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഓ, പൊന്നാനിൽ ഏതോ ബന്ധുണ്ടെന്ന് ബാപ്പ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ. മോനെ സുബൈറെ, ഇവിടെ താമസിക്കാലോടാ നിനക്ക്. ആ പഷ്ട്. എന്നിട്ട് ഒരു മുൻപരിചയം ഇല്ലാത്ത ഇങ്ങേരെ അവർ എല്ലാരും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് സ്വന്തം മോനെ പോലെ നോക്കും. മൈക്കിൾ മോനെ കുറിച്ച് വിവരമില്ലതുണ്ട് മക്കളെ. വിഷമിക്കാതെ മക്കളെ, മൈക്കിൾ മോൻ വരും. ഡാൻസിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും അവനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായ എന്റെ മൈക്കിൾ മോന്. അതിന് പെരുമാറ്റവും കിഡ്നാപ്പും തമ്മിൽ എന്തോന്ന് ബന്ധം? മൈക്കിളിനെ കാണാതായിട്ട് ഒരാഴ്ചയായി. പക്ഷേ ഒരു വർഷമായതുപോലെ തോന്നുന്നു. പറയാം. മൈക്കിളിനെ കുറിച്ചാണോ? Yes, you are correct. മൈക്കിളിനെ കിട്ടിയേ. India's biggest dance battle on international level. Dancers from 4 different states. നിനക്ക് മനസ്സിലായില്ലേ? കേരളത്തിൽ നിന്ന് ഈ ഫെസ്റ്റിലേക്ക് നമ്മുടെ മൈക്കിളിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ മൈക്കിൾ എവിടെ? പറയും പോലെ മൈക്കിൾ ഇല്ലല്ലേ. ഇതിൽ നിന്നല്ല ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. മൈക്കിളിനൊന്നും സംഭവിച്ചിട്ടില്ല. അതുറപ്പാ. അതെ, അവനെ ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തും. ഇതല്ലേ പടം തുടങ്ങിയപ്പോ തൊട്ട് നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കണ. അങ്ങനെ അവസാനം മൈക്കിളിനെ കിട്ടി. മൈക്കിൾ വളരെ നാച്ചുറൽ ആയിട്ട് പടിയുടെ മണ്ടിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. എല്ലാരും മാർക്ക് ചടം പോവാണ്. എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. അങ്ങനെ മൈക്കിൾ ഇന്റർനാഷണൽ ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് തുടങ്ങുന്നു. നല്ല പ്രാക്ടീസ്. ശേഷം ഇന്റർനാഷണൽ ഡാൻസ് പരിപാടിയിൽ മൈക്കിൾ ദാസിന് നല്ല കട്ട ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ ഇന്ത്യയിലെ പല ഊളന്മാരും വരും. ഇന്റർനാഷണൽ പരിപാടിയിൽ കളിക്കുന്ന സ്റ്റെപ്സ് ഒന്ന് കണ്ടു നോക്കൂ. എന്തുവാടേ ഇത്? ഏത് കിഴങ്ങി വിഴുങ്ങിയുടെ ഇതൊക്കെ പടച്ചു വിടണം. നടക്ക് നിൽക്കണവനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ.
പാവം എന്തിനാ എന്തോ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം. അറിയാലോ, ആ പരിപാടി സ്വാഭാവികമായിട്ട് മൈക്കിൾ ദാസൻ തൂക്കും. കാരണം ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തവന്മാരുടെ ഗുണം കണ്ടതാണല്ലോ. ഇനി കാര്യത്തിലോട്ട് വരാം. സംഭവം മൈക്കിൾ ദാസിനെ തട്ടിക്കൊണ്ടുപോയത് ആരെന്ന് കണ്ടുപിടിക്കണ്ടേ? സ്വന്തം ഭാര്യയെ പിളക്കിയ ദേഷ്യത്തിൽ ഇങ്ങേരാണോ തട്ടിക്കൊണ്ടുപോയത്? മോളുടെ പിറകെ നടന്ന് ശല്യം ചെയ്തത് കൊണ്ട് ഇങ്ങേരായിരിക്കും ഇനി തട്ടിക്കൊണ്ടുപോയത്? അതോ സീനിയർ സിറ്റിസൺ ആയ അലക്സ് ആണോ തട്ടിക്കൊണ്ടുപോയത്? ഇവർ ആരുമല്ല ഗൈസ് ദാസനെ തട്ടിക്കൊണ്ടുപോയത്. എടി സോണിയ ഒന്നിങ്ങോട്ട് വരുവോ? എടി സോണിയാന്നോ? മോളെ സോണിയാന്ന് വിളിക്കടി. അതെ ഗൈസ്, സോണിയാണ് തട്ടിക്കൊണ്ടുപോയത്. എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചാൽ ദാസനെ കുഞ്ഞുനാൾ മുതലേ സോണിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം ദാസൻ കാണാതെ ഈ തട്ടത്തിൻ മറയത്ത് ഇവൻ കയറി പ്രേമിക്കും. അതറിഞ്ഞ സോണിയ ഡ്രഗ് അഡിക്റ്റ് ആയി. അങ്ങനെ ഫ്രൂട്ടിയിൽ വിമ്മു കലക്കി അത് ദാസനെ കൊണ്ട് കുടിപ്പിച്ച് ഒരാഴ്ച സോണിയുടെ വീട്ടിൽ തൂറ്റിച്ച് കിടത്തിയിരിക്കും. ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെ മാത്രം. ഇടയ്ക്കിടയ്ക്ക് ദാസൻ അവൾ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. All the dreams like tingle stars, the tingle stars like glowing gems, but the gems are floating like. ഇതൊക്കെ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവൾ തന്നെ കൊണ്ടുപോയി അവനെ പടിയിൽ കിടത്തി. പിന്നെ എന്തിനാ മോളെ നീ പാടെല്ലാം പെട്ടത്? നല്ല നാച്ചുറൽ ഉറക്കം. The tingle stars like glowing gems. അല്ല, ഒരു മിനിറ്റ്. ഇന്നലെ നീ കണ്ട സ്വപ്നത്തിൽ ആരോ നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അതിനി ഇവരായിരിക്കും. ശരിയാ, നമുക്കവരെ തിരിച്ചു വിളിക്കാം. ഡാ, അവരെ ഒന്ന് വിളിക്കേ. എന്തായാലും അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും നിങ്ങളെ കമ്പനി വന്ന് കൂടിയില്ലേ? സോണിയാണല്ലോ ദാസനെ കിഡ്നാപ്പ് ചെയ്തത്. പിന്നെ എന്തിനാടി മോളെ നീ വഴിയെ പോയ യുവന്മാരെ വിളിച്ചു വരുത്തി ഈ കേസ് അന്വേഷിക്കാൻ കൊടുത്തത്? ഇവൾക്ക് പ്രാന്താടാ. ഏത് പൊട്ടം കൊണ്ണാപ്പിയാടാ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്? അത് പോട്ട് ഇങ്ങനെ ഒരു സീൻ എന്തിനായിരുന്നു? ഇനി അവനെ തേടി പിടിക്കാൻ എല്ലാവർക്കും ഉത്സാഹം കൂടും. നമുക്ക് തടയണം. ശരി ബാബ. പക്ഷേ അവൻ അങ്ങനെയൊന്നും പുറത്തു വരില്ല. അവന്മാരെ വിശ്വസിക്കാം, ചതിക്കില്ല. യാദവന്മാര് ആരെ വിശ്വസിക്കാനെന്ന്? കിഡ്നാപ്പ് ചെയ്തത് സോണിയ. അത് സോണിയുടെ തന്തയ്ക്ക് പോലും അറിഞ്ഞൂടാ. പിന്നെ യുവമാര് ഇത് എന്തോന്ന് പറയാണ്? ഓ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിരിക്കും. അമ്പട കേമാ, നിർത്തി പോടാ. അങ്ങനെ ക്ലൈമാക്സിൽ സോണിയ ഡ്രഗ്സ് അടിച്ച് ചാവും. ഡയറക്ടർ നമുക്ക് വേണ്ടി അതെങ്കിലും ചെയ്തു തന്നല്ലോ. ഡയറക്ടർ പ്രേക്ഷകരുടെ പൾസറിന് പണിയൊരു സീനായത്. കിഡ്നി ടച്ചിങ് സീൻ. മൈക്കിൾ ജാക്സൺ നൃത്തലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ മകനായ കൊച്ചു മൈക്കിൾ ഡാൻസിന്റെ ചുവടുകൾക്കായി പിച്ചവെക്കാൻ തുടങ്ങി. എന്നാ പിന്നെ മൈക്കിൾ ജാക്സൺ 2 അങ്ങ് ഇറക്കി വിടണ്ട അങ്ങോട്ട്. മൈക്കിളിന്റെ മോന്റെ റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഈ ജനറേഷനിൽ ഒരുത്തൻ അപരാധ പിറവി എടുത്തിട്ടുണ്ട്. ദാ കാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.